ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. ഇതുണ്ടാക്കാൻ വെറും ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറിനൊക്കെ എടുക്കുന്ന സാധാരണ പച്ചരി തന്നെ. അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിൻ്റെ ശേഷം ഒരു 1.5 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. പെട്ടെന്ന് കുതിർന്ന് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. എന്ന് വെച്ചിട്ട് തിളച്ച വെള്ളത്തിലൊന്നും ഇടരുത് കേട്ടോ, ഒരു ചൂടുള്ള വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കാവൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് നാളികേരം ചിരകിയതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ നാളികേരം, അരി ഇതെല്ലാം ഇതിലിടുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 പിടി കാഷ്യൂനട്ടാണ്. അത് എണ്ണം പറയുകയാണെങ്കിൽ ഒരു 10-11 എണ്ണം ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുക്കണം. ചെറിയ ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല മയത്തിൽ അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല മയത്തിൽ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർക്കുക. ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ ചേർക്കുക കേട്ടോ. ഞാൻ 1 കപ്പിന് ഒരു 2-3 ടേബിൾ സ്പൂൺ കുറവ് എന്ന രീതിയിലാണ് ശർക്കര ചേർത്തിരിക്കുന്നത്. എല്ലാ ശർക്കരയ്ക്കും മധുരം ഒരേപോലെ ആവില്ല. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇത് വറ്റിക്കൊന്നും ചെയ്യരുത്, അതായത് കുറുക്കിയെടുക്കൊന്നും ചെയ്യരുത്. ഇപ്പോൾ ശർക്കര അച്ചി ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഊറ്റിയെടുത്ത് അതിലത്തെ അഴുക്ക് കളഞ്ഞതിൻ്റെ ശേഷം ഇത് തിളപ്പിച്ചാൽ മാത്രം മതി. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അഴുക്കില്ലാത്ത ശർക്കരയാണ് കേട്ടോ. ഇപ്പോൾ ശർക്കരപ്പാനി തിള വരുന്നതോട് കൂടിയിട്ട് ഇതിലേക്ക് ഈ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഇനി ഒരു 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. അപ്പോൾ മൊത്തം 1.5 കപ്പ് വെള്ളം. 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു, പിന്നെ 1/2 കപ്പ് വെള്ളം നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 കപ്പോളം വെള്ളമുണ്ട്. എന്നിട്ടിത് തിള വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്താലാണ് അതിലത്തെ അരി ഒന്ന് വെന്ത് കിട്ടുള്ളൂ, അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മുതൽ ഒരു 1/4 കപ്പ് വരെ പശുവിൻ പാൽ, അതായത് പാക്കറ്റ് പാൽ, നമ്മൾ ചായക്കൊക്കെ എടുക്കുന്ന പാല് ചേർക്കാം. ഇനി അതില്ലെങ്കിൽ നമുക്കിതിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഞാനിപ്പോൾ നോർമൽ മിൽക്കാണ് ചേർത്തിരിക്കുന്നത്, തേങ്ങാപ്പാലല്ല. അപ്പോൾ 1/2 കപ്പ് ചേർത്തിട്ട് ഇങ്ങനെ കട്ടി തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് വീണ്ടും 1/2 കപ്പ് വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ 1/4 കപ്പ് ചേർത്താലും മതി. അത് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. അതായത് ഒരു പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇതിലേക്ക് പാല് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തിള വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാല് ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ. കുറേ നേരിട്ട് തിളപ്പിക്കുന്നു വേണ്ട, തിള വന്നാൽ മാത്രം മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഏലക്കാപ്പൊടി ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു 1-2 സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് ആവശ്യത്തിലുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഒരു അളവിനാണ് എടുത്തത്, അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മൂപ്പിച്ചിട്ട് പായസത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി പായസം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും